രവിയാണ് എന്താ തോന്നുന്നത് ഈ ഒരു ഓപ്പറേഷനിൽ ഇത്ര അധികം ഡിലേ വരാൻ കാര്യം ഇപ്പം ഈ കാർത്തികേയൻ എന്ന് പറയുന്ന ഒരാളുടെ സൈഡിൽ നിന്നാണോ? അല്ല, കാർത്തികേയൻ കനോട്ട് ഡു ദാറ്റ്. അതിന് എവിടുന്നോ മൂടുന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോഴും അവർ ആ സീരിയലും ചോദിച്ചല്ലോ, ഹൂ കിൽ രാജീവ് ഗാന്ധി എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ഞാനും ചോദിക്കുന്നു, ഹൂ കിൽഡ്? ഇറ്റ് ഇസ് നോട്ട് LTT ചിലപ്പോൾ ഗുണ്ടാസായിരിക്കും, വാടക ഗുണ്ടാസ്. ബട്ട് ദെൻ ഹൂ വാസ് എ മാസ്റ്റർ മൈൻഡ് ബിഹൈൻഡ് ഇറ്റ്? അത് പ്രതിപക്ഷം ആണോ? എതിരാളികളാണോ? എതിരാളികളെന്നല്ല, എനിക്ക് എന്തിനാ എതിരാളികൾ ചെയ്യേണ്ടത്? ഒരാവശ്യമില്ല. പൊളിറ്റിക്കലി ഒരു എതിരാളി ഒരു പ്രൈം മിനിസ്റ്റർ ആവാൻ പോകുന്ന ആളിനെ കൊല്ലുന്നത് നമ്മൾ കേട്ടില്ല. ഇവിടെ ഈ ലോക്കൽ കമ്മ്യൂണിസം അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുമായിരിക്കും. പക്ഷെ ഒരു നാഷണൽ ലെവലിലൊന്നും അങ്ങനെ ഒരു സംഭവം നടന്നത് എന്ത് ജോൺ എഫ് കെന്നഡി കേസൊന്നും അല്ല അത്. ഇന്ത്യയിൽ ഡെമോക്രസി ഉണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സംശയം എന്നുള്ളതോ അല്ലെങ്കിൽ ഞാൻ കണ്ടതില്ല, ഇപ്പോഴും എനിക്കും ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത്, why you ask me to delay this operation? This is what I want to ask Karthikeyan sir. Was it your intention or നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു? ആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണത് എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചു പോകുന്നതിന് മുന്നേ സത്യസന്ധമായിട്ട് അത് പുറത്ത് പറയാൻ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സത്യം രാജ്യത്തിന് നടക്കുന്നതായിരിക്കും ചിലപ്പോൾ. അതല്ലേ ആവശ്യം, അത് വരണം. കാരണം നമ്മൾ ഇത്രയും റിസ്ക് ചെയ്തിട്ട്, അല്ല നേരത്തെ പറഞ്ഞു സയനൈഡ് പിടിച്ച് വലിച്ചിട്ട് എന്തൊക്കെ ആയിട്ട് എല്ലാം ചെയ്തിട്ട് നമ്മളോട് ആരോടും ചോദിച്ചില്ല ഈ ദയാവധം മറ്റേ ഇവർ തൂക്കിക്കൊല്ലൽ മാറ്റിവെക്കണം എന്നുള്ളതോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കരുതെന്ന് പറയാൻ സോണിയാഗാന്ധി ഹാസ് ഗോട്ട് നോ റൈറ്റ് ടു ഡു ദാറ്റ്. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങളുടെ വീട് രാജീവ് ജിയുടെ കൂടെ മരിച്ചിട്ടുള്ള 37-40 പോലീസുകാരുണ്ട്. ഇവരുടെ ഫാമിലിയോട് ഇവർ ചോദിച്ചോ? അപ്പം നിങ്ങളെന്ത് ഹിപ്പോക്രസിയാ? ഞാൻ രാജാവാണ്, ഞാനങ്ങ് തീരുമാനിക്കും. അവരുടെ കാര്യം എന്തായി? ഈ 40 പോലീസ് ഓഫീസേഴ്സ് മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫാമിലീസിൻ്റെ അടുത്ത് ചോദിച്ചോ? അവരുടെ കുട്ടികളോട് ചോദിച്ചോ? മക്കളെ നമുക്ക് അവർക്ക് മാപ്പ് കൊടുക്കാം. ശരിയാ, നിങ്ങളത് ചോദിച്ചിട്ടില്ലോ. അപ്പം നിങ്ങളുടെ അധികാരമാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. അതിൽ മറ്റവൻ്റെ വികാരത്തിന് നിങ്ങൾ ഒരു പ്ലേസും കൊടുത്തിട്ടില്ല. വികാരത്തിനും അധ്വാനത്തിനും നിങ്ങൾ ജേർണലിസ്റ്റുകൾ എഴുതി രാജീവ് ഗാന്ധി ഫാമിലി പാർഡൺ ദ കില്ലേഴ്സ്, എല്ലാവരും കൈയടിച്ചു. ഹൂ ആർ ദേ? കൂട്ടത്തിൽ മരിച്ച പോലീസുകാരൻ്റെ ഫാമിലി എന്താ? അവർ ഭാര്യയും കുട്ടികളും അല്ലേ? അവർക്ക് വികാരമില്ലേ? അവരോട് ചോദിച്ചില്ലേ? എന്താ ചോദിക്കാൻ? സോ സ്റ്റിൽ ക്വസ്റ്റ്യൻസ്, ഹൂ കിൽഡ് രാജീവ് ഗാന്ധി? യെസ്. ഇതിനകത്ത് രവിയുടെ നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയൊരു കാര്യം കടന്നു വന്നു. അതായത് കോൺഗ്രസ് നേതാക്കളൊക്കെ ആദ്യം ആ ഒരു പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ കൂടെ നിന്നെങ്കിലും പിന്നെ ആരുമില്ല. അത് നോക്കുക. പിന്നെ വേറൊന്ന്, ഈ ഇൻവെസ്റ്റിഗേഷനകത്ത് ഒറ്റ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടില്ല. ഇല്ല. ശരി. അതെന്താണ്? ആ സമയത്ത് എന്താ മൂപ്പനാരോ അങ്ങനെ ജയന്തി നടരാജൻ, വാഴപ്പടി രാമേന്ദ്രൻ, അങ്ങനെയൊക്കെയുള്ള ലീഡേഴ്സാണ് വന്നു. പക്ഷെ ഇവരാരും ചോദ്യം ചെയ്തിട്ടില്ല. സോ ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിട്ട് കിടക്കുന്ന ആ ഒരു സംഭവമുണ്ട്. ഇതിനകത്ത് കോൺഗ്രസ്സുകാരെന്നുള്ളതല്ല. ആൻഡ് കോൺഗ്രസ്സുകാർ, ഐ ഡോണ്ട് തിങ്ക് കോൺഗ്രസ് വാണ്ട്സ് ടു കിൽ രാജീവ് ഗാന്ധി. ഞാൻ പറയുന്നത്, എനിക്ക് ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് ലീഡേഴ്സിന് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. കാരണം പക്ഷേ എനിക്ക് സഹതാപം എന്താണെന്നറിയാം, ഇപ്പോഴും ഇവർ ഈ ജി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നൊരു നല്ലൊരു നേതാവ് എന്തുകൊണ്ട് സെൻട്രൽ വരുന്നില്ല? അതിന് നിങ്ങൾ നിസ്വാർത്ഥമായിട്ടുള്ള ആയിരിക്കണം. അവിടെ എൻ്റെ സ്വാർത്ഥത, എനിക്കിത് കിട്ടണം, എനിക്ക് മുഖ്യമന്ത്രി ആവണം, എനിക്ക് മറ്റതാണെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സിൽ ഇറ്റ് വിൽ നോട്ട് വർക്ക്. കോൺഗ്രസ് പണ്ട് അങ്ങനെയാണല്ലോ. ഇല്ല, അത് എന്തോ ആയിക്കോട്ടെ. ഞാനിപ്പോൾ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ BJP കാരനെന്ന് പറഞ്ഞുകൊണ്ട് പറയാതിരിക്കുന്നത് ഞാനല്ല. ഞാൻ ആസ് എ കമാൻഡോ ഞാൻ ഐ എം ആസ്കിങ്. അവരത് ചെയ്യുന്നുള്ളതല്ല. ബട്ട് വൈ ദിസ് തിങ് ഹാപ്പൻഡ്? പോലീസുകാർ മാത്രം മരിച്ചു, എന്താ നിങ്ങളുടെ കോൺഗ്രസ് ലീഡേഴ്സ് ആരും മരിച്ചിട്ടില്ല എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം എനിക്കിന്നും കിട്ടിയിട്ടില്ല. ആ ഉത്തരമാണ് ഇനി നമുക്ക് കിട്ടേണ്ടത്. ഞാൻ മരിക്കുന്നതിന് മുന്നേ കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. ആരെങ്കിലുമൊക്കെ മരിക്കുന്നതിന് മുമ്പ് കിട്ടും. രാജു സാർ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മരണവും, കാരണം ഞാൻ അദ്ദേഹമായിട്ട് അങ്ങനെയുള്ള ഒരു ക്ലോസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഞാൻ ഈ ഫ്ലാറ്റിൽ, നമ്മുടെ മരട് ഫ്ലാറ്റിലിരിക്കുമ്പോൾ പറഞ്ഞു, സാറേ ഞാനൊരു പാർട്ടി വെച്ചിട്ടുണ്ട്, May 22 എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്, അത് നമ്മളിവിടെ ട്രസ്റ്റിൽ വെച്ചു, സാറ് വരണം. അപ്പോൾ 20-ാം തീയതിയാണ്. എടോ ഞാൻ എയർപോർട്ടിലാണ്, ഞാനൊന്ന് ഡൽഹി പോയിട്ട് വരാം, ഞാൻ 22 വരും, അപ്പോൾ കാണാം.
താങ്ക് യു സോ മച്ച് സർ. ഇതാണ് ലാസ്റ്റ് ഞങ്ങളുടെ കോൺവെർസേഷൻ. ഇത് കഴിഞ്ഞ് പിന്നെ ഞാൻ അറിയുന്നത് 22 ഞാൻ അദ്ദേഹത്തിൻ്റെ കസിൻ ഉണ്ട്, കസിൻ്റെ എന്ന് പറഞ്ഞാൽ അനിയൻ്റെ മകൻ നീസ് സിദ്ധാർത്ഥാണ് ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഫോൺ എടുക്കുന്നില്ല ആരും. സിദ്ധാർത്ഥ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, സർ രാജോൺ ക്ലേസ് ഇൻ ദ ഹോസ്പിറ്റൽ 20th എയർപോർട്ടിൽ കൊളാപ്സ് ആയിട്ട് പോയി. എന്നായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം കൊളാപ്സ് ആയിട്ട് പോയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കണം. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് 23rd or 24th ഹീറ്റായി. That was a sad moment for me because he was such an efficient and dedicated, patriotic officer. History forgot about him. ചരിത്രം അവരൊന്നും മറക്കരുത് വിജു. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും സീരിയസ് ആയിട്ട് കിടന്ന് 2 പെൺകുട്ടികളുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം അവിടെ പോലും അറ്റൻഡ് ചെയ്യാതെ ഇവിടെ ഈ കേസ് എന്നും പറഞ്ഞ് ഞങ്ങളുടെ കൂടെ ഒപ്പം കറങ്ങുമായിരുന്നു. സേലം, വേദരണ്യം, എവിടെ പോകുമ്പോഴും ഹെലികോപ്റ്ററിലൊക്കെ അദ്ദേഹം കൂടെ ഇരിക്കുന്നത് കാണാം. അദ്ദേഹത്തെ നിങ്ങൾ ഇങ്ങനെ ഒരു സീരിയൽ എന്തെങ്കിലും അങ്ങ് എടുത്തിട്ട് ആരെങ്കിലും ഭരിച്ചിട്ട് അങ്ങോട്ട് എന്നെ ഹൈലൈറ്റ്, ഐ എം നോട്ട് ബോതേഡ്. ഞാൻ ഇന്നേ വരെ എന്നെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയുന്നത് തന്നെ ഇപ്പോഴായിരിക്കും. ഞാൻ പടമൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ഇപ്പം ഇതിനെ എന്താ പറയുക കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്തു നമ്മൾ കരുതുന്ന സ്ഥാപനങ്ങളൊക്കെ വന്നുപോയി. ഇനി ഇതൊക്കെയാണൊരു എന്താ പറയുക വളരെ കൃത്യമായ ഒരു രേഖകൾ നമ്മളങ്ങ് ചിന്തിച്ചു പോകും. അപ്പോൾ ഒരിക്കലും ഉദ്ദേഹമൊന്നും ഇനിയിപ്പം ഇദ്ദേഹം രാജു സാർ എവിടെ പോയി? അതിന് ചെയ്യേണ്ട കാര്യം രവിയുടെ പുസ്തകം എഴുതുക എന്നുള്ളതാണ്. എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് എഴുതണം, ഒരു സത്യസന്ധമായിട്ടുള്ള വെളിപ്പെടുത്തൽ. അതുപോലെ തന്നെ അതിലൊന്നും മെൻഷൻ ചെയ്യാത്തൊരു വ്യക്തിയുണ്ട്, ഒരു ഇൻസ്പെക്ടർ ശിവാജി. പിന്നീട് അദ്ദേഹം DYSP ആയിട്ട് റിട്ടയറായി. ഈ മെയ് മാസം ജൂൺ മാസം കത്തിരി വെയിലിൽ തമിഴ്നാട്ടിൽ എപ്പോഴും പുറത്തായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ. ഒരുത്തിൻ്റെ പുറകെ അന്ന് മൊബൈലില്ല. ഒരാളെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ STD ബൂത്ത് വന്നിട്ട് 2 കിലോമീറ്റർ ദൂരത്തായിരിക്കും. അവിടെ പോയി വിളിച്ച് നമ്മുടെ ഓഫീസിൽ ഇൻഫോം ചെയ്ത് അത്രയും കഷ്ടപ്പെട്ട ശിവാജിയുടെ പേര് അതിനകത്തില്ല. ഓക്കെ, രഘോത്തമൻ യെസ്, പെർഫെക്റ്റ് മാൻ, മാസ്റ്റർ മൈൻഡ് ആയിരുന്നു. അതുപോലെ തന്നെ മധു സാറുണ്ട്, PM മധു, ഒറീസ കാട്ടറോ ബീഹാർ കാട്ടറോ മറ്റാണ്, DG ആയിട്ടൊക്കെ റിട്ടയർ ആയിട്ടുള്ള ആൾ. മനോഹരൻ, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവരൊന്നും കണ്ടില്ല. ഒരു അമോദ് ഖാൻ യൂസ് ടു കം ഫ്രം ഇവിടെ വരുന്നു പോകുന്നു. ഓക്കെ, ഹി വാസ് ദർ ഇൻ ദ പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഹി ഡിഡ് സോ മെനി തിങ്സ്. പക്ഷേ അവരാ കാണിക്കുന്ന കറക്റ്റായിട്ട് കാണിക്കാതിരിക്കാൻ എവിടെയോ രാജസാറിൻ്റെ പേരൊന്നും ഒരിക്കലും ഈ കഥയിൽ നിന്ന് മറക്കാൻ പറ്റില്ല. കഥയല്ല, ഈ ചരിത്രത്തിൽ നിന്ന് മായ്ക്കാൻ പറ്റില്ല. അപ്പം ഇത് കണ്ടതിന് ശേഷം ഈ നാഗേഷ് കൂകന്നൂരിനെ ഞാൻ വിളിച്ചു. അതിന് മുമ്പ് അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല? ഒരിക്കലും വിളിച്ചിട്ടില്ല. രവിയുടെ അടുത്ത് ഒരിക്കലും ഇത് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചിട്ട് ഒന്ന് വിളിച്ച് ചോദിക്കാൻ പറ്റില്ല. എൻ്റെ ഐഡിയാസും ഇതെല്ലാം എടുത്തിട്ടുണ്ട് അവർക്ക്. അത് ഓക്കെ, ഐ എം നോട്ട് ബോതേഡ്. ആര് നമ്മുടെ ഐഡിയ വെക്കുന്നു, എത്രയോ കഥ അടിച്ചു മാറ്റിയിട്ടുണ്ട്. കഥ നമ്മുടെയാണെന്നും പറഞ്ഞ് ഞാൻ എഴുതിയ കഥ എൻ്റെ ആണെന്നും പറഞ്ഞ് ഇവിടുന്ന് ഒരുത്തൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങളുണ്ട്. അങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് ഐ വാണ്ട് ടു ആസ്ക് ഹിം, യു ഷുഡ് ആസ്ക് മീ, യു ഹവ് ടേക്കൺ മൈ ഐഡിയാസ്. ഇപ്പം നളിനി, ഇവള് തനു, മുല്ലപ്പൂ, മണപ്പ്, ഇതൊക്കെ എൻ്റെ മിഷൻ 90 ഞാൻ 15 വർഷം മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഭാവനയായിരുന്നു. കാരണം ഒരു പെണ്ണ് ഇത്രയും ഡെഡിക്കേറ്റഡ് ആണെന്ന് കാണിക്കണമെങ്കിൽ അവൾ ചാപ്പാടൊക്കെ വെച്ച് നല്ല ഇருக்கு. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് വേറെയും പലതും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരുത്തൻ മരിക്കാൻ പോകുന്ന സമയത്ത് അനിയന് വിഷം കൊടുക്കുന്നത് കോയമ്പത്തൂരുണ്ടായിരുന്ന സംഭവം, അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ കട്ടെടുക്കുക എന്തോ ചെയ്തു. അപ്പം യു ഷുഡ് ഹാവ് ആസ്ക്ഡ് പീപ്പിൾ. എന്താ ഉത്തരം പറഞ്ഞത്? ഒന്നുമില്ല, അച്ഛനും സുഖമല്ലെന്ന് പറഞ്ഞ് ഫോൺ വെച്ചാൽ ഓക്കെ. ഞാൻ പിന്നെ അതിന് അയാളൊരു ക്രിയേറ്ററാണ്, ഹി ഹാസ് ഡൺ ഗുഡ് വർക്ക്സ്. പക്ഷേ ഈ വയസ്സാകുമ്പോൾ സിംഹത്തിൻ്റെ പല്ല് പോകുമെന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നം. അത് എന്നോട് വിളിച്ച് ചോദിക്കായിരുന്നു. പലരും എൻ്റെ ഓഫീസേഴ്സ് വിളിച്ചു, നീ ഒരു ആക്ടറല്ലേ, ഇപ്പം നിനക്കെന്നെ ആ റോളങ്ങ് ചെയ്യായിരുന്നില്ലേ എന്ന് ചോദിച്ചു. പക്ഷേ ആ ബോയ് ഹു ഹാസ് ഡൺ ദാറ്റ് ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ യൂണിഫോം ഇടിക്കണ്ടായിരുന്നു. യൂണിഫോം ഇട്ടിട്ട് ഒരിക്കലും ആ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. എന്തെങ്കിലും സത്യം ഇനിയും പുറത്തു വരും. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ളൊരു സംസാരമായിരിക്കും ചിലപ്പോൾ ചിലർ ചിന്തിക്കാൻ വിടുന്നത്.
ആര് എന്ത് ഏത് എന്നുള്ളത്. അല്ലാതെ നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പക്ഷേ ഇന്ത്യയിലൊരു സിസ്റ്റം വെച്ച് എനിക്ക് തോന്നുന്നില്ല സത്യമൊന്നും ഇനി വെളിയിൽ വരുമെന്ന്. അതെ, സത്യം വെളിയിൽ വരുന്ന സമയം വരുമോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്നാലും രാജീവ് ഗാന്ധിക്ക് ശേഷം ഒരു പ്രധാനമന്ത്രി ആകാവുന്ന ആൾക്കാരിലേക്ക് വേണമെങ്കിൽ സംശയം എത്താം. പക്ഷേ മൻമോഹൻ സിംഗ് ആയിരുന്നു, അദ്ദേഹത്തെ പറ്റി ആരും അങ്ങനെ പറയാൻ തോന്നുന്നില്ല. മൻമോഹൻ സിംഗ് എനിക്ക് തോന്നിയില്ല അദ്ദേഹം ആ ചെയറിൽ ഇരുന്നിട്ടുണ്ടോ എന്നുള്ളത്. ആരാണ് അവിടെ ഇരുന്നിരുന്നുള്ളത് ചോദ്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പം അതൊന്നുമല്ല, ഇത് വേറെ ഉണ്ട്. അതെങ്ങനെയാ വെച്ചാൽ അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മളിരുന്ന് ഡിസ്കസ് ചെയ്യണം. യെസ്, ഇതെന്തിന് ഈ കോള് അവിടെ വരുന്ന സമയത്തായിരിക്കും, അപ്പോഴായിരിക്കും ഇത് കോൺട്രി ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും എൻ്റെ തല പെരുത്താൽ ചിലപ്പോൾ ഞാനതുമായിട്ട് വരും പുറത്തേക്ക്. അല്ല, എഴുതൂ, തീർച്ചയായിട്ടും എഴുതേണ്ട ആവശ്യമാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ച് സിനിമ കഥ പറയണം. നമുക്കൊന്ന് സിനിമയുടെ നമ്മളിപ്പോൾ മേജർ റിവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഒരു വലിയ വിഭാഗത്തിന് സിനിമ സംവിധായകനും നല്ല ഇപ്പോഴത്തെ ഒരു എന്താണ് നമ്മളെ ശ്രദ്ധിക്കപ്പെട്ട നടനുമൊക്കെ ആയതുകൊണ്ട് അത് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ ഇതാണ് രവിയേട്ടൻ 7 വർഷം മുമ്പ് വെച്ച വീട്. ഇപ്പോൾ വൈഫ് ഇവിടെ ഇല്ല, ചെന്നൈക്ക് പോയിരിക്കുകയാണ് മോൻ്റെ അടുത്ത്. മോനെ എവിടെ വർക്ക് ചെയ്യുന്നത്? സിനിമാറ്റോഗ്രാഫി. സിനിമാറ്റോഗ്രാഫാണല്ലോ, ശരിയാണല്ലോ. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നില്ല കേട്ടോ. ശരി, അപ്പോൾ ഇനി അച്ഛൻ്റെ അടുത്ത പടത്തിൻ്റെ മകനാണോ? യെസ്. ഓ ശരി. അങ്ങനെ ഒരു പടം, ഒരു ലവ് സ്റ്റോറി ഇപ്പം പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് പട്ടാളമല്ല, പട്ടാളത്തിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ ഒരു ലവ് സ്റ്റോറി. അപ്പോൾ രവിയേട്ടന് പട്ടാളം അല്ലാതെ ചിന്തിക്കാൻ പറ്റില്ല ഒരു സിനിമ? അങ്ങനെ ചിന്തിക്കാം, പക്ഷെ ഇതിനകത്ത് തന്നെ കുറേ സംഭവങ്ങൾ കിടക്കുമ്പോൾ അതിനെ വെച്ചിട്ട് അവരെ കുറിച്ച് പറയാൻ ആരും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് സത്യസന്ധമായിട്ട് ഞാനൊക്കെ പറഞ്ഞേക്കാം. അവരെ പറ്റി ആധികാരികമായിട്ട് പറയാം അല്ലേ? അങ്ങനെ പറയാം, പറയുന്നവരുണ്ട്, പക്ഷെ ആധികാരികമാകണമല്ലോ. അത്രേ ഉള്ളൂ. ഇതിൽ ഈ വീടിൻ്റെ കുറേ സ്ഥലങ്ങൾ ഭയങ്കര രസമുള്ള ഏരിയാസ് ഉണ്ട് കേട്ടോ. ഇവയുടെ നല്ലൊരു വായനക്കാരനും നല്ലൊരു എന്താണ് പ്രകൃതി സ്നേഹിയാണെന്ന് ബോധിപ്പിക്കുന്ന രീതിയിലുള്ള അതെൻ്റെ ഓഫീസിനകത്ത് വരെ കാണാം. ആണല്ലേ? ഇവിടെ ഈ ഓഫീസിനകത്ത് നോക്ക്. ഞാനിപ്പോൾ നമ്മുടെ ഒരു പുസ്തകം സംഭാവന ചെയ്തിട്ടുണ്ട്, ലണ്ടനിലേക്ക് ഒരു റോഡ് യാത്ര. ഇത് യാത്ര. അതെ. അല്ലെങ്കിൽ നമ്മുടെ ഗാലൻട്രി മെഡൽ കിട്ടിയ രാഷ്ട്രപതി തന്നൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ? അത് ചെന്നൈയിൽ. ശരി. ചെന്നൈയിലപ്പോൾ സ്വന്തം വീട് തന്നെ? അതെ. അത് 2008 വെച്ചതാണ്. പിന്നെ മോഹൻലാലിൻ്റെ കൂടെ ഇരിക്കും. കാരണം അതെ, ഏറ്റവും കൂടുതൽ ഇടപെട്ട്. അതെ. ഈ രവിയേട്ടൻ ആദ്യമായിട്ട് ഇപ്പം ഈ പട്ടാളത്തിൽ ഇരുന്ന സമയത്ത് ഇപ്പോൾ സാധാരണ നമ്മൾ പറയല്ലേ കാക്കയ്ക്കുള്ളിൽ കലാഹൃദയം പൊതുവെ ഇല്ലല്ലോ, പക്ഷെ അന്ന് തൊട്ടേ മനസ്സിലൊരു സിനിമ കിടപ്പുണ്ട്. എന്തായിരുന്നു? സിനിമയല്ല, ഐ വാസ് എ ഗുഡ് നരേറ്റർ. ഞാനിപ്പോൾ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അതിനെ കണ്ട പോലെ തന്നെ നിൻ്റെ മനസ്സിലേക്ക് കയറ്റാൻ എന്നെക്കൊണ്ട് സാധിക്കും. അപ്പം ഞാനൊരു കഥ പറയുന്ന സമയത്തും ബിജുവിന് ഞാൻ ആ കഥ പറഞ്ഞ ബിജു ഇങ്ങനെ വിഷ്വലൈസ്. മറ്റത് ചിലരുണ്ട് പറയുന്ന സമയത്ത് നമുക്ക് ബോറടിക്കും. കാരണം ആ ഒന്നാമത്തത് കണ്ണിൽ നോക്കിക്കൊണ്ട് കഥ പറയുന്ന ആ കണ്ണിനകത്ത് നമ്മുടെ വികാരം കൺവേ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇവിടെ സാധനമുണ്ട്. അല്ല, അപ്പം അത് അങ്ങനെ കേട്ടിട്ട് ആരെങ്കിലും പറഞ്ഞതാണോ രവിക്കൊരു സിനിമക്കാരനാകാനുള്ള? ഇല്ല. ശരി. സിനിമ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു പണ്ടേ. നമ്മുടെ അത് മിഷൻ 90 ഇപ്പം മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ മിക്കവരും വന്നു പോയി. അതിൽ ദിലീപിന്റെ കൂടെ മാത്രമല്ല, ഇല്ല, അമിതാഭ് ബച്ചൻ വരെ എത്തി അല്ലേ? ഇനിയിപ്പം അടുത്തത് ഇതിൻ്റെ ഒരു ബാക്കിയായിട്ട് വരുന്ന സാധനം കണക്ഷൻ ഇല്ല, ഫ്രഷ് ആയിട്ടുള്ളത്. അപ്പം എന്നിട്ട് ഈ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞ് തിയേറ്റർ ഉണ്ടായിരുന്നു. ഓ, ഇവിടെ അതുണ്ടല്ലേ? ഇവിടെ ശരിക്കും ഒരു നമ്മൾ തിയേറ്ററിലേക്ക് കയറുന്ന അതേ മൂഡ് തന്നെയാണ് കേട്ടോ. ഡോൾബി അറ്റ്മോസ്. ശരി. ഇത് 2 സീറ്റുകളെങ്കിലും നല്ല അത്യാവശ്യം വലിയ തിയേറ്റർ തന്നെയാണ്. അതേള കിടന്ന് കാണാനുള്ള സൗകര്യമുണ്ട് കേട്ടോ, കിടക്കാൻ റെഡിയാക്കിയിട്ടുണ്ട്.
പട്ടാളക്കാരാകുമ്പോൾ രാത്രി ഒന്ന് കിടക്കേണ്ടി വരുമല്ലേ, രണ്ടെണ്ണമൊക്കെ അടിച്ചിട്ട്? ഞങ്ങൾക്ക് അടിയില്ലല്ലോ. ഇല്ലേ, പട്ടാളക്കാരായിട്ട് അടിയില്ല. ഞാൻ കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. ആണോ? പണ്ടുമില്ല? പണ്ടുമില്ല. അത് ശരി, അങ്ങനെയുള്ള പട്ടാളക്കാരും ഉണ്ടല്ലേ? അങ്ങനത്തെ പട്ടാളക്കാരും ഉണ്ട്. അപ്പോൾ ഇനി കോട്ടയൊക്കെ ഇങ്ങോട്ട് വന്നാൽ കോട്ട തരുമായിരിക്കും കേട്ടോ ശ്യാമേ. കോട്ട എല്ലാം ഉണ്ട്. ഞാൻ വാങ്ങിക്കാനൊന്നും പോകാറില്ല. ഇല്ലല്ലേ, തമാശ പറഞ്ഞ കേട്ടോ. എല്ലാ പട്ടാളക്കാരും മദ്യക്കൊന്നും ഞാൻ ചുമ്മാ പറഞ്ഞാണ്, പട്ടാളക്കാരനെ കൊല്ലം വരരുത്. ഇവിടെ പഴയ കുറേ സാധനം. ഇതിനകത്ത് എനിക്കൊന്നും പ്രിയദർശൻ്റെ കൂടെയുള്ള കാലത്തെ ഹിന്ദി സിനിമാ കാലത്തെ പടങ്ങളൊക്കെയാണ് അല്ലേ അധികം. വാജ്പേയി സാബിൻ്റെ ഒരു കവിത, അതല്ലേ വാജ്പേയി സാബിൻ്റെ ഷൂട്ടിങ്. ഓ ഓക്കെ, വിയറ്റ്നാം ഷൂട്ട്. അന്ന് ഞാൻ അസിസ്റ്റ് ചെയ്യായിരുന്നു. ഓ ശരി ശരി. അദ്ദേഹത്തിൻ്റെ ഒരു കഥ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട്, പ്രൈം മിനിസ്റ്റർ വീട്ടിൽ, അത് ജീവ ക്യാമറമാൻ മരിച്ചുപോയ ജീവ, അത് അതിന് മുകളിലുള്ളത് താടിയൊക്കെ ആയിട്ട് ഞാൻ പട്ടാളത്തിലുള്ള സമയത്തുള്ള താടിയും, അത് കമാൻഡോസിന് പോയ സമയത്തുള്ള. ഓ ശരി. അതിന് മുകളിൽ സന്യാസി, അതെന്റെ ഫസ്റ്റ് പടം. ഒന്ന് അപ്പുവാണ്, പ്രണവാണ് ഇരിക്കുന്ന ആ വൈറ്റ്. അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ ഒറ്റപ്പാലം മരിച്ചുപോയില്ലേ സ്വാമി, എന്താണ് എല്ലാ സിനിമകളിലും അവിടെ ഷൂട്ട് ചെയ്യുന്ന സിനിമകളിലുള്ള മനസ്സിലായി മരിച്ചുപോയി. പിന്നെ സൽമാൻ ഖാൻ നമ്മുടെ താളവട്ടത്തിന്റെ ഹിന്ദിയിൽ ഓംപുരി, രാജ്പാൽ യാദവ്, മമ്മൂക്ക. ഇത്രയും സിനിമക്കാരോട് ഇടപെട്ടിട്ട് ഏറ്റവും ആത്മബന്ധം ആരുമായിട്ടാ? അത് അതെന്താ വെച്ചാൽ അത് അങ്ങനെ ഫ്രണ്ട്ലി ബേസിലാണ്. ഇപ്പം മമ്മൂക്കേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താ വെച്ചാൽ മൂപ്പർ സീനിയറായി പോയി. അവിടെ അടുത്ത് പോയിട്ട് നമ്മൾ ചില കോമഡി ഒന്നും പറയാൻ പറ്റുമോ എന്നുള്ളത് പറ്റില്ല. ഇതിപ്പോൾ എന്തു ആവാം, മമ്മൂക്കാൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒരു പ്രോത്സാഹനം വരുമല്ലോ. അതാണ്. അല്ലാതെ ലാലിൻ്റെ അടുത്താകുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം, കാരണം ലാൽ അതുപോലെ തന്നെ വെട്ടി തുറന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. അതെ, അങ്ങനെയാണോ? നാളെ ഏതൊരു ജേർണലിസ്റ്റ് ചോദിച്ചല്ലോ 3000 എന്ന് ചോദിച്ചാൽ, അല്ല 3000 അതിൽ കൂടുതലുണ്ട്. അപ്പം അതാണ് പിന്നെ വായടപ്പിക്കാൻ മുമ്പ് അറിയാം. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ബന്ധം അത് വേറെ. അപ്പം രവീൺ ഈ ഇതിൽ നിന്ന് പട്ടാളത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം പെട്ടെന്ന് എന്താണ് സിനിമയിലേക്ക് എത്താൻ വേണ്ടി ചെയ്തത്? പെട്ടെന്നല്ല, ഇത് 93 ഞാനവിടെ പോർട്ട് പ്ലേയിൽ ഉണ്ടായിരുന്ന സമയത്ത്, 94 അവിടെ പോർട്ട് പ്ലേയിലുണ്ടായിരുന്നു. 93 മാർച്ച് 13-ാം തീയതിയാണ് ഞാൻ മോഹൻലാലിനെ കാണുന്നത് അവിടെ കാലാപാനി ഷൂട്ടിന്. അവിടെ നിന്ന് തുടങ്ങിയ ബന്ധമാണ്. അപ്പം ആ ബന്ധം എങ്ങനെ പോയി, അപ്പം അഭിനയിക്കാം എന്നൊക്കെയുള്ളത് നമുക്ക് തന്നെ തോന്നല്ലോ, നമ്മൾ എന്താ സുന്ദരനാണെന്ന്. അങ്ങനെ പോയിട്ട് അഭിനയിക്കാൻ, പിന്നെ അത് നമുക്ക് വിചാരിക്കുന്ന റോളൊന്നും കിട്ടുന്നില്ല. ഇപ്പോഴും ഞാൻ നോക്കുമ്പോൾ എനിക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ ഹീറോ ബിജുവിലാണ് ഷൈൻ അവിടെ വിട്ടു തന്നത്. മറ്റത് നമുക്ക് ഡയലോഗ് കിട്ടുന്നത് അതുപോലെ പിന്നെ ഒന്ന് പോസ്റ്റ് ഇടാൻ പറ്റില്ല. എന്നാൽ അത് ഡയറക്ടറുടെ ഇഷ്ടമാണ്. അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഡയലോഗിന് അപ്പുറത്തേക്ക് ഒരു നോട്ടം ചിലപ്പം 10 സെക്കൻഡോ 12 സെക്കൻഡോ ഉണ്ടായിരിക്കും. ആ നോട്ടത്തിൽ പല ഭാവങ്ങളും വരുന്നുണ്ട്. പക്ഷെ അത് ഇപ്പുറത്ത് ചിലപ്പോൾ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടില്ല അഭിനയിക്കുന്നത്. പക്ഷെ വരണ ആവശ്യമുള്ള നല്ല രസമായിരുന്നു. അതാണ് പറഞ്ഞത്, ആ ഡയറക്ടേഴ്സ് നമുക്ക് തരുന്ന ഫ്രീഡം ആയിരിക്കും നമ്മുടെ അഭിനയത്തിന്റെ പെർഫോമൻസ്. ഇപ്പം ഇവനെ എബ്രിഡ് ഷൈൻ സാറ് ഡയലോഗ് സാറിൻ്റെ ഇഷ്ടം, സാർ ഇതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ആ ക്യാരക്ടറിലേക്ക് എനിക്ക് കയറാൻ പറ്റും. അതാണ് ശ്രീകാന്ത് മുല്ല എൻ്റെ അദ്ദേഹം പറഞ്ഞു, ഷൈൻ പറഞ്ഞു ഇതാ, ആ ബാക്കി നിങ്ങൾ പറഞ്ഞു ശ്രീകാന്ത്. അതാണ് അത് ഷൈനെ പോലുള്ള ഒരാൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ഫ്രീഡം കിട്ടുന്നു. പക്ഷെ അവർ രവിയേട്ടന് സംവിധാനം ചെയ്യുമ്പോൾ ഫ്രീഡം കൊടുക്കാറുണ്ടോ? ഞാൻ യെസ് ഉണ്ട്. ഞാൻ പറയും ഓക്കെ മോനെ ഇതാണ്, പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഡയലോഗ് എനിക്ക് വേണം കേട്ടോ, ബാക്കി നിങ്ങൾ ഇട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ സന്തോഷ് ജോഗി എന്ന് പറഞ്ഞ വ്യക്തിനെ 4 സീനിൽ ഞാൻ അവനെ ഹിറ്റാക്കി കൊടുത്തു, അത് ഒരു പാട്ടും വെച്ചിട്ട്. അപ്പോൾ സന്തോഷം അതിന് കൂടെ ഒന്നും തന്നിട്ടില്ല. മറ്റത് ഇപ്പോഴത്തേക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഭ്രാന്താവുന്ന എന്താ പറയുക, ഫസ്റ്റ് ടൈം നമ്മളൊരു ചാൻസ് കൊടുക്കുന്ന പിള്ളേർ പോലും നിങ്ങളുടെ ടെക്നീഷ്യൻ ആരാണ്, ഇത് കേൾക്കുമ്പോൾ സച്ച ബ്ലഡി വിരോധാഭാസം. ആരാണെങ്കിലും ശരി നിന്നെ കൂടെ മാറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഈ ചോദിക്കുന്നത്, നിനക്ക് എന്തൊക്കെയോ വിവരം ഉണ്ടെന്നുള്ള അറിയിക്കാൻ അതല്ലേ. യു ഹാവ് ദ ട്രസ്റ്റ് ഇൻ ദ ഡയറക്ടർ. അത് വരാത്തിടത്തോളം കാലമാണ് ഈ സിനിമ അങ്ങോട്ട് കൊടുക്കത്തിരിപ്പം. പിന്നെ പുതിയ ഡയറക്ടർ ആണെങ്കിൽ അവന് വിട്ടുകൊടുക്കുക, നിങ്ങൾ ഡേറ്റ് കൊടുത്തല്ലേ, ലെറ്റ് ഹിം ഡു ഇറ്റ്.
എന്നെ ലാൽ അങ്ങനല്ലേ ചെയ്തത്. കീർച്ചക്ര ഞാൻ ഫസ്റ്റ് ഡയറക്ടറാണ്, എനിക്കങ്ങ് വിട്ടുവന്നു. ലാൽ ഒരിക്കലും ഇന്റർഫിയർ ചെയ്തിട്ടില്ലല്ലോ. അത് ഞാൻ എപ്പോഴും ആലോചിക്കും, അത്ര ഒരു ഹെവി സബ്ജക്ട് സാധനമായിട്ട് എടുത്ത് എൻ്റെ പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത് എല്ലാം മനോഹരമായിട്ട്. അതിലൊക്കെ നമ്മൾ അന്തം വിടുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു സംഭവം എന്നിട്ട് ആണ് അതൊരു കട്ടൊക്കെ ഉടക്കണം കേട്ടോ, സ്പടിയൻ ജോർജുമായിട്ട് ഉള്ളത്. ഇത് ഇന്നതാണ് സംഭവം. അപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ, ഞാൻ എൻ്റെ ക്യാരക്ടറാണ് ഞാൻ കൊടുക്കുക. അപ്പോൾ എൻ്റെ ക്യാരക്ടറാണ് ഞാൻ കയറി ചെല്ലും തിന്നാം. പക്ഷെ എന്ന് വെച്ചാൽ ഡിസിപ്ലിൻ ഉണ്ട്, തല്ലാനും പറ്റില്ല, ഒന്നും പറ്റില്ല, അങ്ങനെ നിൽക്കണം എന്ന്. അതിലാ സ്പടിയൻ ജോർജിനെ പോയി കാണുന്നുണ്ട്, സന്തോഷ് ജോഗി മരിച്ചതിന് ശേഷമുള്ള അതിലിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ക്യാമറ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഈ രണ്ട് ഫേസിൽ ഇവിടെ കിടന്നിങ്ങനെ ആട്, ഈ വലത്തെ കവള് കിടന്ന് ആടുന്നു, ഇടത്തെ ആടുന്നില്ല, അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് മനുഷ്യനല്ലേ അതെന്താ വെച്ചാൽ ചിലപ്പോൾ ഒരു ജന്മത്തിൽ നമുക്ക് കിട്ടാവുന്ന ചില സംഭവങ്ങൾ. ഇപ്പോൾ പഴശ്ശിരാജയുടെ സമയത്ത് ജീവിച്ചിട്ടുള്ളവർക്ക് പഴശ്ശിരാജയെ കുറിച്ച് പറയാൻ പറ്റും, നമുക്ക് മോഹൻലാലിനെ കുറിച്ച് പറയാം, നമുക്ക് അമിതാഭിനെ കുറിച്ച് പറയാൻ പറ്റും. അത് ഓരോരുത്തരുടെ സമയത്തിനാണ്. ഭയങ്കര ഭാഗ്യമാണ് അങ്ങനെ നോക്കുമ്പോൾ അല്ലേ, ഇവരുടെ ഭയങ്കര ഭാഗ്യമാണ്. കാരണം ഒന്നുമില്ലാത്ത, എൻ്റെ അച്ഛനുമില്ല അമ്മയില്ല ആരുമില്ല അവിടെ സിനിമയിലൊന്നും. പക്ഷെ നമ്മൾ ഇതുവരെയൊക്കെ എത്തിയില്ലേ. എന്ന് മാത്രമല്ല ഇത്രയും ലെജൻസിന്റെ കൂടെ അല്ലേ, ഇപ്പൊ അടുത്തൊരു തലമുറയ്ക്ക് അത് ഇല്ലല്ലോ. ലെജൻസിന്റെ കൂടെ ഉള്ള ഒരു സാധനം എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ്, ഭയങ്കര ഭാഗ്യം തന്നെ. പിന്നെ അതിനെപ്പോലും നമുക്ക്, അതല്ല ഞാൻ പറഞ്ഞത്, ഇപ്പം നീ നേരത്തെ ചോദിച്ചൊരു കാര്യമുണ്ട്, ഈ ക്യാപ്റ്റൻ രവീന്ദ്രൻ എന്തായിരുന്നു എന്നുള്ളത് ഇവിടുത്തെ പലർക്കും അറിയില്ല. ഞാൻ ചിലപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഒക്കെ താഴത്തുള്ള കമൻറ്റ് അച്ഛനും അമ്മയ്ക്കും വിളിക്കുക എടാ നീചമായിട്ടുള്ള. അപ്പോൾ എങ്ങനെ ആലോചിക്കും, ഇവനൊക്കെ എൻ്റെ കയ്യിൽ എന്നെക്കുറിച്ച് ശരിക്കറിഞ്ഞാൽ അപ്പം ഞാൻ ശരിക്കും പാവം. അത് ജസ്റ്റ് ബിക്കോസ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലാണ് എന്നുള്ളതുകൊണ്ട് BJP കാരൻ എന്നുള്ളതുകൊണ്ട് പലരും എൻ്റെ അടുത്ത് പറയും, സാർ ആ BJP നിന്ന് മാറും. അതെന്താണോ അത്, ബാക്കി എല്ലാവർക്കും എല്ലാ പാർട്ടിയിലും ഞാൻ സാർ അങ്ങോട്ട് വാ. അതല്ലാതെ പിന്നുള്ളത് അസൂയ എന്ന് പറയുന്നത് എന്താണ്, ചിലർക്കുണ്ടായിരിക്കും. മോഹൻലാലിൻ്റെ കൂടെ അടുപ്പാണ്, അപ്പോൾ മോഹൻലാലിനോട് അടുത്തുള്ള കുറച്ചെണ്ണത്തിന് അതൊരു പ്രശ്നമായിരിക്കും. കള്ളിവൽക്കരിച്ച് ഇങ്ങനെ വെക്കുക നമ്മളങ്ങനെ ഓരോ സൈഡിൽ. അതിനെ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. അതല്ല ഞാൻ അന്ന് പറഞ്ഞത്, ബുള്ളറ്റുകളെ ഫേസ് ചെയ്തിട്ടുള്ള എനിക്ക് ഈ സൈബർ അറ്റാക്ക് ഒന്നും ഒരു സംഭവം, കാരണം ഞാനത് നോക്കാറില്ല. പണ്ട് എൻ്റെ അഡ്മിനുണ്ട്, എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ മോളാണ് ഐശ്വര്യ. അവൾ ആദ്യമൊക്കെ അതൊക്കെ കാണുന്ന താങ്കളെ തെറി ഇനി വേണ്ട കേട്ടോ, ഇനി ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഞാൻ വെച്ചിട്ട് പോയി, നീ എന്തിനാണ് വായിക്കാൻ നിൽക്കുന്നു? അതാണിപ്പോൾ ആൾ വായിക്കില്ല, ആള് ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറയും ഇപ്പം സുഖല്ലേ? ഭയങ്കര സുഖമാണ്, ഒരു പ്രശ്നമില്ല, എന്താ വെച്ചാൽ പറഞ്ഞിട്ട് പോയിക്കോളൂ. ഒന്നാമത്തെ കാര്യം മുഖമില്ലാത്ത മനുഷ്യരായി കമന്റ് ഇടുന്നത് മുഴുവൻ, അതാണ് എല്ലാം ഫേക്ക് ആയിട്ട്, ധൈര്യമില്ലാത്ത. പിന്നെ ചില പേരുകൾ അവരാദ്യം ചില മുസ്ലിം പേരുണ്ടായിരുന്നു, ചിലപ്പോൾ അത് മുസ്ലിം ആവില്ല. അപ്പൊ എന്താണ് മുസ്ലിംസ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ മേജർ രവിക്ക് ചൂടാവും. എന്തെങ്കിലും ആവില്ലയുടെ മക്കളെ, മേജർ രവി നിന്നേക്കാളെല്ലാം ബുദ്ധിയുള്ളവരാണ്. അപ്പം അതുകൊണ്ട് എന്നെ മേജർ രവി നിൽക്ക്. അത് ശ്രീകണ്ഠേട്ടൻ പറഞ്ഞ പോലെ കേരളത്തിന് ഒരു മേജറേ ഉള്ളൂ, അത് മേജർ രവി. അത് അപ്പം അതുകൊണ്ട് പഴയ കാലമൊക്കെ ചിലപ്പോൾ ഞാൻ മരിച്ചിട്ടായിരിക്കും ആൾക്കാർ അറിയുന്നത്, ഇതൊക്കെ ചെയ്തിരുന്നത്. NSCയിലത്തെ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ആലോചിക്കും എന്താ ഞാൻ മരിക്കാത്തതെന്നുള്ളത്. ഈ അതുകൂടെ ചോദിക്കട്ടെ, ഇപ്പം രാജീവ് ഗാന്ധി വധക്കേസിൻ്റെ കാര്യത്തിൽ അവസാനം പിടിക്കുമ്പോൾ അവർ മരിച്ചു കിടക്കുന്നു. അതല്ലാതെ ഏറ്റവും പേടി പോലും തോന്നിയ ഒരു ഓപ്പറേഷൻ ഏതായിരിക്കും? ഇത് തന്നെയായിരുന്നു. അപ്പോൾ ആ 7 പേരെ കൊന്നിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, കീർച്ചക്രയിൽ കാണിച്ചത്. അത് ആക്ച്വലി കീർച്ചക്രയിൽ വീടായിരുന്നു, ഞാൻ വീട് സിനിമാറ്റിക്കലി. പക്ഷെ ആക്ച്വൽ നടന്നത് ഒരു ഫീൽഡായിരുന്നു, ഒരു പുല്ല് വളർത്തുന്ന ഫീൽഡ്. അതൊരു 2 ഫുട്ബോൾ കോർട്ടോ അല്ലെങ്കിൽ 1.5 ഫുട്ബോൾ കോർട്ടിൻ്റെ സൈസ്. അപ്പോൾ ഈ വീട്ടിൽ നിന്നാണ് ഇവന്മാർ ചാടിയിട്ട് അതിൽ ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പോകുമ്പോഴത്തെ റിസ്ക് എന്ന് പറഞ്ഞാൽ ബ്രോഡ് ഡേ ലൈറ്റാണ്. അപ്പം എൻ്റെ അടുത്ത് KPS ഗിൽ സാർ ചോദിച്ചു, ഡേയിൽ വേണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു യെസ് ഐ വിൽ ഡു ഇറ്റ്. രാത്രി ആയി കഴിഞ്ഞാൽ നമുക്കും ഡിസഡ്വാൻറ്റേജ് അല്ല, യു ഗോട്ട് നൈറ്റ് വിഷൻ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു നൈറ്റ് വിഷൻ ഉണ്ടെങ്കിലും എനിക്കത് ഐ നോട്ട് ലെറ്റ് മീ സീ ദം സർ. അവരെ ഫേസ് ടു ഫേസ് കാണുമ്പോഴാണ് നമുക്ക് റിയാക്ഷൻ ഫാസ്റ്റ് ആവുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ഓക്കെ പൊയ്ക്കോന്നു. അങ്ങനെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഈ അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ ഈ പുല്ല് കാരണം ഞങ്ങൾ പോകുന്ന വണ്ടി അവന് കാണാൻ പറ്റില്ല, ശബ്ദം മാത്രമേ കാണുള്ളൂ. ആ ഡയറക്ഷനിലേക്ക് അവൻ ഫയർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഞങ്ങൾ നിൽക്കുന്നത് ഡ്രൈവർ മാത്രമേ ഉള്ളൂ ക്യാബിനകത്ത്, DCM ടൊയോട്ട. ആ DCM ടൊയോട്ടയിലെ പിറകിൽ ഞങ്ങൾ 3 പേര് നിൽക്കണം. ഞാനുണ്ട്, അനിലുണ്ട്, സുബേദ് സിംഗ്, 3 പേര്. ഞാൻ സെൻറ്ററിൽ നിൽക്കുന്നുണ്ട്, അനിലിപ്പുറത്ത്, ഇങ്ങേരിപ്പുറത്തുണ്ട്. ഞങ്ങൾ ഓപ്പണാണ്, അവിടുന്ന് ഫയർ വന്നാൽ ഞങ്ങൾക്ക് കിട്ടും. പക്ഷെ എൻ്റെ കണക്കൂട്ടൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരിയ്ക്കുന്നതും
അതിൻ്റെ ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ അവൻ എഴുന്നേറ്റ് നിൽക്കാതെ എൻ്റെ സൈഡിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ ബോണറ്റിൻ്റെ മുകളിൽ കൂടെ അടിച്ചു. ബോണറ്റ് ബുള്ളറ്റ് പ്രൂഫാണ്. ഓക്കെ. അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ റിസ്ക് കുറവാണ്, എങ്കിലും വരാം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ റിസ്ക് നമ്മൾ എടുത്തില്ലെങ്കിൽ ആ ഓപ്പറേഷൻ സക്സസ് ആവില്ല. അവിടെ കയറി ചെല്ലുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി, ഡ്രൈവറിന് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ബുള്ളറ്റ് വന്ന് കയ്യിലടിച്ചിട്ട് പോയി. അപ്പോൾ അവൻ പറഞ്ഞു സാബ്ജി ഗോളിയിലേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി, എവിടെ നോക്കി, അവൻ അങ്ങനെ കാണിച്ചിരുന്നു നോക്കും. ഓക്കെ, ഗാഡി പീശകളില്ല. ഇവിടെ ഫയറിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ വണ്ടി പിറകിലേക്ക് എടുത്തപ്പോൾ എന്താണ്, ആ പുല്ല് മുഴുവൻ ക്ലീനായി, ഈ വണ്ടി പോയ സ്ഥലം ക്ലീനായി. അപ്പം ഞങ്ങൾ ഏകദേശം അവരുടെ ഗ്രൂപ്പിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ വണ്ടി പിറകിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ വെടിവെക്കാൻ വളരെ ക്ലീനായിട്ട് അവിടുന്ന് വെടി വരുന്നുണ്ട്. പക്ഷെ അവൻ്റെ വെടി നമുക്ക് കൊള്ളുന്നില്ല. അതാ ബോണറ്റിൻ്റെ ഇത് കാരണം. അപ്പോൾ ഇതൊക്കെ ഈ സമയത്തും നമ്മളിവിടെ ഇരുന്നിട്ട് കണക്ക് പഠിപ്പിക്കുമ്പോൾ എന്തിനാണ് കണക്കെന്ന് ചോദിക്കും. ചിലപ്പോൾ നമ്മൾ കണക്കൊക്കെ അത് ഇന്ന ആംഗിളിൽ വന്നു കഴിഞ്ഞാൽ വരില്ല എന്നുള്ളൊരു തോന്നല്. സോ ദാറ്റ് വാസ് വൺ ഓഫ് ദ റിസ്കി ഓപ്പറേഷൻസ്. ബട്ട് ആർക്കും ഒന്നും പറ്റിയില്ല. 7 പേരെയും കൊന്നു. ആകെ എത്ര പേരെ കൊന്നു കാണും? 17 പേര്. അതിങ്ങനെ ഈ പറഞ്ഞില്ലേ 2 പേര് അങ്ങനെ അങ്ങനെ. രാത്രിയിൽ ഇവരിങ്ങനെ വന്നിട്ട് ഇവരുടെ ആത്മാക്കൾ വന്ന് ശല്യപ്പെടുത്തൽ അങ്ങനൊന്നും ഇല്ലല്ലോ? അല്ല, ഞാനൊക്കെ ഒരാളെ കൊന്നാൽ പോലും അങ്ങനെ അറിയാം. അങ്ങനെയാണെങ്കിൽ വല്ല പെമ്പിള്ളാരുടെ റെസ്റ്റ് ആയിരുന്നെങ്കിൽ വരാൻ പറയും. ആത്മാക്കളെ ശല്യം ചെയ്യാൻ വേണ്ടി യുവന്മാർ സർദാർമാർ കാശ്മീരിലത്തെ ആൾക്കാർ എന്തോ വിളിച്ചു ഇത് സ്വപ്നം കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അല്ല, അതൊക്കെ ഒരു ഇല്ല, അതല്ലേ പറഞ്ഞു. ഇപ്പോൾ ഒരു ഹണ്ട് വന്നുകൊണ്ട് നിങ്ങളൊക്കെ എഗെയിൻ ഇയാൾ ആരാന്ന് ചോദിക്കാൻ വന്നു. ഹണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അല്ല. പക്ഷേ രവിയേണ്ണ ഒരു കാര്യം മനസ്സിലാക്കണം. 90 ഡേയ്സ് എന്ന പുസ്തകം വന്നപ്പോഴും ഞാൻ രവിയേണ്ണ അയച്ചു വന്നു. ഇത് വായിച്ചിരുന്നോ? കാരണം ഞാനിത് അതുപോലെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അന്നോടെ ആഗ്രഹമുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിത്വമാണിത്. അല്ല നമ്മളിപ്പോൾ ഈ സിനിമ മാത്രമായിട്ട് മാറ്റി നിർത്തേണ്ടല്ല. അതിന് മുമ്പ് ഒരു വലിയ ജീവിത കഥയുള്ള ആൾ തന്നെയാണ്. വിച്ച് വൺ ഡു യു ലൈക്ക് മോസ്റ്റ്? സിനിമയാണോ പട്ടാള ജീവിതമാണോ? അതൊരിക്കലും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അത് പട്ടാള ജീവിതമാണ്. ബിക്കോസ് അതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 2 കില്ലിങ്സ്. മറ്റത് ഇവിടെ സിനിമ എന്ന് പറയുന്ന സമയത്ത് പലതും കാണുന്ന എന്താണ്, അവിടെ നീ നല്ലൊരു കാര്യം ചെയ്തിട്ട് ഒരു എൻകൗണ്ടർ നടന്നു, 2 പേരെ കൊന്നു അല്ലെങ്കിൽ 3 പേരെ കൊന്നിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ വരികയാണ്, കെട്ടിപ്പിടിച്ച് നിൻ്റെ പുറകിലൊരു പാറ്റൊക്കെ ഫാന്റാസ്റ്റിക് യു ബാസ്റ്റർഡ് യു ഡിഡ് ഇറ്റ് എന്ന് പറഞ്ഞു. അവന് ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത നമ്മൾ ചെയ്തു വരുന്നതിൻ്റെ അപ്രിസിയേഷൻ. സിനിമയിൽ യു ഗിവ് എ ഹിറ്റ്, അടുത്ത പടം വരാൻ കാത്തിരിക്കാൻ അതിനെ ഫ്ലോപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് സിനിമ. എങ്ങനെയെല്ലാം ഇവനെ കൊന്ന് കൊലവിളിക്കാം, ഇയാൾക്ക് ഇനി പടം ചെയ്യുന്ന നിർത്തിക്കൂടെ, എന്നാൽ നിന്നെ കൊണ്ട് ഇതിൻ്റെ ഒരു ഫ്രെയിം വെക്കാൻ പറ്റുമോ? അതില്ല. അതാണ് പട്ടാളവും സിനിമയും തമ്മിലുള്ള വ്യത്യാസം. സിനിമയിൽ ഇപ്പം പടം ഹിറ്റാവും ഫ്ലോപ്പാവും. പക്ഷെ ആ ഫ്ലോപ്പിൽ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യും എന്താണ്, അതൊന്നുമില്ല. വരാൻ വേണ്ടി കാത്തിരിക്കും. എന്തിന് മിഷൻ 90 ഏതൊരു പടം ഇറങ്ങുന്നതിന് മുന്നേ, എൻ്റെ അല്ല, ഏതൊരു പടം ഇറങ്ങുന്നതിന് മുന്നേ ആ പടം അന്ന് ഇറങ്ങണ്ടായിരുന്നു. 12 മണിക്ക് റിപ്പോർട്ട് അത്ര ഫ്ലോപ്പ് ഉണ്ട്, പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പം അതുകൊണ്ട് എല്ലാം മയാമി യൂണിഫോം അതിടുന്ന സമയത്ത് ഒരു ഫീലിംഗ് തന്നെ വേറെയാണ്. അതിപ്പോഴും ചില ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ, ഇന്നലെ ഞാൻ അങ്ങനെ ഒരു ഫംഗ്ഷൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കേണൽ സോജൻ്റെ 60th ബർത്ത്ഡേ. ഹീസ് എ മാർട്ടിയഡ് മാൻ. അപ്പോൾ ഒരു വൈഫ് ഞങ്ങളെപ്പോലുള്ള കുറച്ച് ഗാലറി മെഡൽ വിന്നേഴ്സിനെ ആദരിച്ചിട്ടുണ്ടാവും. അപ്പം അതിന് പോകുമ്പോൾ ആ മെഡലൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഒരു സുഖമുണ്ട്. പിന്നെ ആ മെഡലും കൂട്ടൊക്കെ ഊരി വെച്ചിട്ടാണ് ലിസ്റ്റൻ ഷീഫിൻ്റെ ഇതിന് കൈ മടക്കി വെച്ചിട്ട് പോയത്. രസമാണ്. ഇതിനകത്തുള്ളൊരു ഗ്ലാമറും കുറേ ആളുകളും നല്ലവരും ഉണ്ട്. പിന്നെ നമുക്ക് സഹായിക്കാൻ പറ്റും കുറേ ആൾക്കാരുടെ. ഇപ്പം പല ആർട്ടിസ്റ്റുകളെയും ഞാൻ പലതും കാണുന്ന സമയത്ത് നല്ല ആർട്ടിസ്റ്റാണുള്ളത്, എന്താ അതിനൊന്നും ചാൻസ് കിട്ടാതെ ഞാൻ അവരെ വിളിക്കാറുണ്ട്. മോനെ എന്തെങ്കിലും ഞാനൊരു പടം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരവസരം വേണം, ഞാൻ ഡെഫിനറ്റായിട്ടും ഐ ഗിവ് യു എ ബ്രേക്ക്. അപ്പം അത് ഞാൻ പറഞ്ഞിടും. പിന്നെ വരുമ്പോൾ നോക്കാം, ഇത്രയേ ഉള്ളൂ. അപ്പം ഇപ്പം വരാൻ പോകുന്ന പടം എപ്പോഴത്തേക്കാണ്? എഴുതിയെല്ലാം കഴിഞ്ഞല്ല? അതെല്ലാം കഴിഞ്ഞു. അത് ആദ്യം 2017 നിവിൻ പോളിക്ക് അഡ്വാൻസും കൊടുത്ത് വെച്ച പടമായിരുന്നു. പിന്നെ കോവിഡ് വന്ന് അങ്ങനെയായി. പിന്നെ നിവിൻ വേറൊരു ലൈനിൽ പോയി, ഞാൻ വേറൊരു ലൈനിൽ പോയി, പിന്നെ തമിഴിൽ പോയി അത് ചെയ്യാമെന്ന് പറഞ്ഞ് ഓൾമോസ്റ്റ് ഷൂട്ടിങ്ങിന് പോകുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ആ ചെറുക്കൻ എവിടെയോ അടിച്ച് ഫിറ്റായിട്ട് പോയെന്ന് തോന്നുന്നു. പിന്നെ തിരിച്ചു വന്നിട്ടില്ല, ആ പടം നടന്നിട്ടില്ല. ആ കാർത്തികിൻ്റെ മകനുണ്ടല്ലോ, എന്താണ് നടൻ അഥർവ. സച്ച് എ വെരി അൺപ്രൊഫഷണൽ ക്യാരക്ടർ.
പ്രൊഡ്യൂസറിൻ്റെ പൈസ കുറേ പോയി. നമ്മൾ ഈ റെക്കിക്ക് പോയിരുന്നില്ല. ഒരു വർഷം ഞങ്ങളിട്ട് കളിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത് പ്രൊഫഷണൽ അൺപ്രൊഫഷണലിസം. പട്ടാളത്തിൽ നമ്മളൊരു കാര്യം പറഞ്ഞാൽ നടന്നിരിക്കും. ഇന്ന് 7 മണിക്ക് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ മേജറിയോട് 7 മണിക്ക് ഷൂട്ടിങ്ങിന് ഉണ്ടാവും. അല്ല ഇവനെ പോലെ 11 മണിക്കല്ല വരെ. അവിടെയാണ് ഞാൻ രാജുവിനെ അപ്രീഷിയേറ്റ് ചെയ്തത്. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു രാജു സമയത്തിന് വരില്ല. എൻ്റെ 7 മണി എന്ന് പറയുമ്പോൾ -20 രാജു അവിടെ ഉണ്ട്. ഞങ്ങൾ 22 ദിവസത്തെ പടം തീർത്തു. ആ പിക്കറ്റ് 43. അത് എങ്ങനെ വെച്ചാൽ നമ്മൾ ഡിസിപ്ലിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഞാൻ മാത്രം ഡിസിപ്ലിൻ ആയിട്ട് കാര്യമില്ല. ഡിസിപ്ലിനും പരസ്പര ബഹുമാനവും രണ്ടും ആവശ്യമാണ്. അതിന് വയസ്സൊന്നുമില്ല. എനിക്കിപ്പോൾ ഇത്രയും വയസ്സായി. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നും ചില ആളുകൾ സംസാരിക്കുന്ന കേൾക്കുന്ന സമയത്ത് ഉള്ളിലിങ്ങനെ ചിരിക്കും. മോനെ നിൻ്റെയൊക്കെ നല്ല കാലടാ, പഴയ സമയം നമുക്കിങ്ങനെ ഓർത്തിട്ട് ഇങ്ങനെ. അപ്പം എൻ്റെ ഈ അനിലൊക്കെ ചിലപ്പം എന്നെ വിളിക്കും. ഞങ്ങൾ ഡെയിലി സംസാരിക്കുന്ന ആൾക്കാരാണ്. സാറ് എനിക്ക് ചിലപ്പോൾ ചിരി വരും, ചിലവന്മാരെ കമൻ്റ് കേട്ട് സാറിന് ശരിക്കും ഞാൻ വീടടാ നമ്മൾ തന്നെത്താൻ പറയരുത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഒരുപക്ഷെ ഇപ്പോൾ ഈ ഹണ്ടെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത്രയും വർഷത്തിന് ശേഷം 34 വർഷം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു അവസരം വന്നിരിക്കുകയാണ്. ആ ക്യാപ്റ്റൻ രവീന്ദ്രനാണ് ഈ മേജർ രവി എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് പോകില്ല. അതില്ല കാര്യത്തിൽ ആരൊക്കെ തമസ്കരിച്ചാലും സംഭവിച്ച കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യം കൂടെ ചോദിക്കാം, ആരാണ് ഒരു സിനിമയിലൊരു മാനസ ഗുരു? എൻ്റെ ഗുരു എന്ന് പറയുന്നത് പ്രിയേട്ടൻ തന്നെയാണ്. കാരണം പ്രിയേട്ടൻ്റെ ഒരു കഴിവ് വരെയാണ്. ഇൻഡിവിജ്വലി ഞങ്ങൾ തമ്മിൽ പലപ്പോഴും വഴക്കടിക്കാറുണ്ട്. അതിപ്പോൾ ചില സ്വഭാവം പരമായി എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാനത് ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ പറയുന്നു. പക്ഷേ അത് വിചാരിച്ചിട്ട് ബിജു പ്രിയേട്ടനെ എൻ്റെ മുമ്പിൽ വെച്ച് തെറി വിളിച്ചാൽ ഞാൻ ചിലപ്പോൾ ബിജുവിന് വേറെ ഒന്നും ചെയ്യും. അതാണ് എൻ്റെ ഗുരുത്വം എന്ന് പറയുന്നത്. ബിക്കോസ് ഐ കനോട്ട് ടോളറേറ്റ് സംബഡി സെയിങ്. ഞാൻ മനസ്സുകൊണ്ട് ആദരിക്കുന്ന ആളുകളെ ആരെങ്കിലും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ചോദിക്കാത്തന്നെ ഞാൻ പ്രൊട്ടക്ഷൻ നിൽക്കും. അതാണ് മോഹൻലാലിൻ്റെ ഇപ്പം റീസെൻ്റ്ലി മേജർ രവിക്ക് പൊങ്കാലയിടാനൊക്കെ വന്നിരുന്നത്. എന്താ വെച്ചാൽ ഞാൻ അവിടെ നിൽക്കും. ഞാൻ ശരിയാണ്, ഞാൻ പറയുന്നത് സത്യമാണ്. അത് കാലം തെളിയിക്കും. അത് എനിക്കറിയാം ഞാൻ പറഞ്ഞത് സത്യമാണെന്നുള്ളത്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടില്ല. അപ്പം അവിടെ എനിക്ക് എൻ്റെ കൺവിക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇതിന് ഫൈറ്റ് ചെയ്യും. പ്രിയേട്ടൻ ഇൻഡിവിജ്വലി പല കാര്യങ്ങളിലും എനിക്ക് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ ആ പ്രിയേട്ടൻ നിങ്ങൾക്ക് പറയാനുള്ള അധികാരമില്ല. അത് നിങ്ങൾ എൻ്റെ മുമ്പിൽ വെച്ച് പറയണ്ട. പക്ഷേ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. പ്രിയേട്ടനും ഞാനുമായിട്ടുള്ള ബന്ധം പോലെ തന്നെ വേറൊരാളുണ്ടെങ്കിൽ, ലാലുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രിയേട്ടനെ കുറ്റം പറയും. അത് ഞങ്ങൾ ക്ലോസില്ല. അതേപോലെ തന്നെ അങ്ങനെയായിരിക്കും നമ്മുടെ എത്തിക്സ് എന്ന് പറയുന്നത്. അല്ല നമ്മളിപ്പോൾ കുറ്റമില്ലാത്ത ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സിനിമയിൽ ഞാൻ കണ്ടുപഠിച്ചത് അദ്ദേഹത്തിന്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിലൂടെ കുറച്ചെങ്കിലുമൊക്കെ രവിയേട്ടൻ്റെ ജീവിതത്തോട് നീതി പുലർത്താൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറഞ്ഞ പോലെ ഞാനൊക്കെ കേട്ടും കണ്ടും അറിഞ്ഞതിൻ്റെ ഒരു സമ്മപ്പായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിനെ കാണുന്നത്. അതിന് മുമ്പ് ഞാൻ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്തെങ്കിലും അത് മാഗസിനിലായിരുന്നു. അതങ്ങനെ ആരും അധികം കണ്ടിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഏറ്റവും ഗംഭീരമായ ഒരു സ്ഥലം അല്ലേ? ഉഗ്രം വ്യൂ ആണ്. നേരെ നേരെ കാണുന്നത് അല്ലേ? അതെ, നല്ല വ്യൂ ഉള്ള സ്ഥലം. നല്ല മഴയുള്ളപ്പം അതെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരും. ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ അതിനാണ് 2 ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. ശരി. സത്യത്തിൽ ഇന്നലെ എൻ്റെ അടുത്ത് പുത്തൻകുരിശിലാണ് താമസം. അപ്പോൾ ഞാൻ ഇത്രയും ദൂരം ഇപ്പോൾ എന്തിനാണ് താമസിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ വന്നപ്പോൾ ആ പാടെ 20 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി. നല്ല എളുപ്പത്തിലെത്തി. തന്നെ അമേസിങ് വ്യൂ. ശ്വാസം വിട്ട് ജീവിക്കാം. പട്ടാമ്പിയിൽ ജീവിച്ച പോലെ തന്നെ അല്ലേ? കറക്റ്റ്. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാം പുതിയ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ കാര്യം, രാജീവ് ഗാന്ധി വധക്കേസിലെ യഥാർത്ഥ പ്രതി ആര് എന്നുള്ളത് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ വെളിയിൽ വരട്ടെ എന്ന് ആശംസിക്കല്ല ആഗ്രഹിക്കുന്നു എന്ന് പറയാം. കാരണം ഈ പറഞ്ഞ പോലെ ആരാണ് രാജീവ് ഗാന്ധിക്ക് ശേഷം ആരെന്നൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വന്ന പലരും ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. പലരും എന്താണ് വിമാന അപകടങ്ങളിലൊക്കെ മരിച്ച 2-3 വലിയ നേതാക്കളുണ്ട് അല്ലേ? അതിൻ്റെയൊക്കെ പിന്നിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകാം. അതൊക്കെ വലിയ വലിയ രഹസ്യങ്ങളാണ്. അത് എന്താണ് ഒരു പൊളിറ്റിക്കൽ രഹസ്യം എന്നും പറയാം, പിന്നെ കോർപ്പറേറ്റ് രഹസ്യം, അങ്ങനെ പല രഹസ്യങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ് അതെല്ലാം.
അതെല്ലാം വെളി വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോൾ നമ്മൾ അതിനൊക്കെ ഒരു രേഖയായിട്ട് കാണുന്ന മിഷൻ 90 ഡേയ്സും 90 ഡേയ്സ് എന്ന പുസ്തകവും ഇപ്പോൾ വന്നിരിക്കുന്ന ഹണ്ട് എന്ന് പറയുന്ന സീരീസും ഒക്കെയാണ്. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് കാലം തെളിയിക്കേണ്ട രഹസ്യങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ഈ കർമ്മ എന്ന അവസാനം തിരിച്ചു വരും എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാം തീർച്ചയായിട്ടും തെളിയിക്കപ്പെടുമെന്ന് വിശ്വസിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു ഫോർ ഇത്ര നേരം നമ്മുടെ കൂടെ ചിലവഴിച്ചതിന് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. താങ്ക് യു.